ഒരു മനുഷ്യനെ പല രീതിയിൽ കൊല്ലാകൊല ചെയ്യാം. കൊല്ലാകൊല ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസുഖത്തിൽ സന്തോഷിക്കുക. ഇനി തിരിച്ചു വരില്ല, ഇനി മടങ്ങി വരില്ല, ഇനി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചപ്പാണ്, ചവറാണ്. ഏഹ് ആ രീതിയില് എന്താ പറയാ, കൊല്ലാകൊല ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് നമ്മള് മഹാനായ മമ്മൂക്കാടെ മെഗാസ്റ്റാർ മമ്മൂക്കാനെ ചെയ്തിരുന്നത്. കാരണം ആഘോഷിക്കായിരുന്നു. അദ്ദേഹത്തിന് ചെറുതായിട്ട് ക്യാൻസർ ബാധ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പല രീതിയില് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്ലാറ്റ്ഫോമിലായാലും അദ്ദേഹത്തെ കൊല്ലാകൊല ചെയ്തിരുന്നു. താണ്ഡവമാടുന്നൊക്കെ പറയില്ലേ, അന്ന് പോലത്തെ ലെവലായിരുന്നു. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5-8 മാസക്കാലം വളരെ ടെൻഷനായിരുന്നു. വളരെ സമാധാനമില്ലാത്തൊരു ടൈമിൽ കൂടിയാണ് പോയിരുന്നത്. കാരണം മമ്മൂക്കയുടെ യാതൊരുവിധ അപ്ഡേറ്റുകളും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഏഹ് അദ്ദേഹം മടങ്ങി വന്നിരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായിട്ട് സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ച് അടിപൊളിയായിട്ടാണ് വന്നിരുന്നത്. ഏഹ് അപ്പൊ ഒരു മനുഷ്യൻക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആഘോഷിക്കാണ്, സന്തോഷിക്കാണ്. അത് ഏത് ഫാൻസ് ആയാലും ശരി, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യരായാലും ശരി. ഏഹ് പക്ഷേ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് വന്നിക്കാണ്. ഇനി മമ്മൂക്കയുടെ വിളയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തിന്റെ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ, അതൊക്കെ ആവാഹിച്ചെടുത്ത ആ പതിവ് ശൈലി തന്നെയായിട്ട് മമ്മൂക്ക തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ഏതൊരു ടൈമായി കഴിഞ്ഞാൽ മമ്മൂക്ക പല ഇടക്കിടക്ക് സോഷ്യൽ മീഡിയയിൽ പല ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് വൻ വൈറലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വൈറലാവാൻ ആവലുണ്ട്. ഏതൊരു ഫോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലായിട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തീ കത്തിക്കുക എന്നൊക്കെ പറയില്ലേ, കത്തിച്ചു, ഇൻസ്റ്റഗ്രാം കത്തിച്ചു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് കത്തിച്ചു, യൂട്യൂബ് കത്തിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ആ ഒരു പവറോടെ മമ്മൂക്കഥ മക്കളെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി മമ്മൂക്കയുടെ വിളയാട്ടാണ്. ഇപ്പൊ 2-3 സിനിമകൾ ഇതാ മമ്മൂക്കയുടെ അടുത്തടുത്ത് റിലീസ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ കളങ്കാവലിന്റെ ആ ടീസർ ഇറങ്ങിയ സമയത്ത് ടീസറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ടീസറിന്റെ ആ ഒരു മമ്മൂക്കയുടെ ഒരു നോട്ടൊക്കെ ഉണ്ട്. സിഗരറ്റൊക്കെ ചുണ്ടിൽ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നോട്ടം. അപ്പൊ കളങ്കാവൽ ഇതാ റിലീസ് ആവാനുള്ള ഒരു ഡേറ്റ് പ്രഖ്യാപിക്കാൻ പോവാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ആഘോഷിച്ചവരും മറ്റേ സന്തോഷിച്ചവരും ആഹ്ലാദിച്ചവരൊക്കെ അവിടെ ഒരു ഭാഗത്ത് കുത്തിയിരുന്നോളും. മക്കളെ, മമ്മൂക്കയുടെ കളങ്കാവൽ റിലീസ് ആവാൻ വേണ്ടി പോവാണ്. ഡേറ്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. എന്താണ്, ഒരു മനുഷ്യനിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അദ്ദേഹത്തെ കുത്തി നോവിക്കുക എന്നൊക്കെ പറയില്ലേ. മമ്മൂക്കാക്ക് അതൊക്കെ പുല്ലാണ്. മമ്മൂക്കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ എന്തെന്നെ കൊമ്പൊടിഞ്ഞ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ അദ്ദേഹം തിരിച്ചു വരും. കാരണം അദ്ദേഹം ഒരു പ്രത്യേക തരം ഡയറ്റൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരു മനുഷ്യനാണ്. ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരിക്കൽ പറയുന്നു, മമ്മൂക്കയുടെ എല്ലാ കാര്യങ്ങളും അനുകരിക്കുന്ന ആളാണ് സുരാജ് വെഞ്ഞാറമ്മൂട്. പക്ഷേ ഡയറ്റ് ഡയറ്റ് അനുകരിക്കാൻ മമ്മൂക്കയുടെ ഡയറ്റ് അനുകരിക്കാൻ സുരാജ് വെഞ്ഞാറമ്മൂട് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ട്. സംഭവം ശരിയാണ്. കാരണം ആരോഗ്യത്തെ അല്ലെങ്കിൽ സൗന്ദര്യത്തെ നിലനിർത്താൻ വേണ്ടി, യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ആരോഗ്യം തന്നെയാണ് മെയിൻ. ആരോഗ്യം ആ ലെവല് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന മഹാനായ മനുഷ്യൻ തന്നെ പറയേണ്ടി വരും. കാരണം ഏതൊരു മനുഷ്യനായാലും ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവോളം, മതി വരുവോളം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. പക്ഷെ മമ്മൂക്കാടെ കാര്യം നേരെ വിപരീതമാണ്. അദ്ദേഹം ആ കാലങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്നു ആ വ്യായാമ രീതികളും അതുപോലെ തന്നെ ഡയറ്റും. അതൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ചുറുചുറുക്കോടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ദീർഘായുസ്സ് കൊടുക്കട്ടെ, ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം മലയാളികൾക്ക് കണ്ട് 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 കൊതി തീരാത്ത രൂപങ്ങളും ഭാവങ്ങളും നടന വിസ്മയങ്ങളും ഉം രൂപഭാവങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഭാവപ്രകടനങ്ങളും ഇതിന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ തന്നെ അതൊക്കെ കാണാൻ ഇനിയും ഇനിയും മലയാളികൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹം അഭിനയം നിർത്തിപ്പോകേണ്ട രീതിയിൽ വരെ, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയം നിർത്തി എന്ന് വരെ പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല രീതിയിൽ അദ്ദേഹത്തിന് ഇനി പറ്റില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല. പക്ഷെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ വേറെ ലെവലായിട്ടാണ് മമ്മൂക്ക ഇപ്പോൾ വന്നിട്ടുള്ളത്. ഉടൻ തന്നെ
വന്നത് ഒരു സിനിമ സെറ്റിലേക്കാണ്. ഏത് സിനിമ സെറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഇനി അതിൽ ആരും എന്ത് ചെയ്യണ്ട, അസൂയപ്പെടണ്ട. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം മമ്മൂക്ക തിരിച്ചു വന്ന മക്കളെ. നിങ്ങൾ എന്തെന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമില്ല. പൂർണ്ണ ആരോഗ്യവാനായിട്ട് മമ്മൂക്ക തിരിച്ചു വന്നു. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളങ്കാവൽ. കളങ്കാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ കാണാത്ത മമ്മൂക്കാടെ വില്ലൻ വേഷമാണ് നമ്മൾ കണ്ടത്. പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. പല വെറൈറ്റി വെറൈറ്റി ആയിട്ട് അവസാനം ഇറങ്ങിയത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇറങ്ങിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ വില്ലൻ ക്യാരക്ടറിനെക്കാളും ഒക്കെ വെറൈറ്റി ആയിട്ടാണ് ഈ വില്ലൻ ക്യാരക്ടർ വന്നത്. കളങ്കാവൽ സംഭവം ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു ചരിത്രം, ഒരു കഥ നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലൊക്കെ മാറ്റി മറിച്ചിട്ടാണ് സത്യത്തിൽ എന്ത് വരുന്നത്, ഇതിൻ്റെ ഈ കളങ്കാവൽ സിനിമ ജനങ്ങളുടെ മുന്നിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. ഒരു ഒരു നിരാശയും വേണ്ട. മമ്മൂട്ടി ഫാൻസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഫാൻസ് ആയാലും ഏത് ഫാൻസ് ആയാലും മലയാളികൾക്ക് വെറൈറ്റി സിനിമ സദ്യ തന്നെയാണ് മമ്മൂക്ക തരാറുള്ളത്. അപ്പൊ അതിലൊരു യാതൊരുവിധ സംശയം വേണ്ട. സംഭവം അടിപൊളിയായിട്ട് തന്നെയാണ് അതിന്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ കൊല്ലാകൊല ചെയ്യാൻ പറ്റും ആ നിലക്കൊക്കെ എന്ത് ചെയ്യുക, ചവിട്ടി തേക്കുക എന്നാണ് മലയാളികൾ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതൊക്കെ മാറി മക്കളെ. അതൊക്കെ ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ മമ്മൂക്കനെ സ്നേഹിക്കുന്ന മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ അങ്ങനെയൊന്നും ചെയ്യൂല. കാരണം അവർക്ക് വേണ്ടത് അഭിനയമാണ്. അഭിനയത്തിന്റെ ആ ഒരു ഇതാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പുതിയ പുതിയ സിനിമകൾ മമ്മൂക്ക പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ കൂടുതൽ സിനിമകൾ ചെയ്യാനാണ് മോഹം, സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. മമ്മൂക്കാക്ക് സിനിമയോട് ആർത്തി എന്നൊക്കെ പറയില്ല. സംഭവം ശരിയാണ്. കാരണം ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്യണം, അടുത്ത സിനിമ ചെയ്യണം, പുതിയ 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 എത്ര സംവിധായകന്മാരാണ് മലയാള സിനിമയ്ക്ക് നമുക്ക് സമ്മാനിച്ചത് നോക്കി കഴിഞ്ഞാൽ. പുതുമുഖ സംവിധായകന്മാർക്കൊക്കെ മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസുകളൊക്കെ ഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മഹാഭാഗ്യമാണ്. അതിലൂടെ പിറവിയെടുക്കുന്നത് പുതിയൊരു സംവിധായകനാണ്, സൂപ്പർ സംവിധായകൻ. അപ്പോൾ ആ സംവിധായകന്റെ മുൻനിരയിലാ ഏത് സിനിമ ചെയ്തു, പുതിയ സിനിമ. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ആളിപ്പോൾ ഒരു പുതിയ സിനിമ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ ഇന്ന് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ഡയറക്ടർമാരെയും കൊണ്ടുവന്നത് മമ്മൂക്കയാണ്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകളായ പല നടന്മാരും ഇന്ന് നായക നിരയിൽ എത്തിയിട്ടുണ്ട് വെച്ചെങ്കിൽ അതിന് ഒരേ ഒരു കാരണമാണ് മഹാനായ നമ്മുടെ മമ്മൂക്ക. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, മമ്മൂക്ക തിരിച്ചു വന്ന മക്കൾ ഇനി സോഷ്യൽ മീഡിയ കത്തിക്കാൻ പോകണം. അപ്പൊ മമ്മൂക്കയുടെ ഈ വരവ് ഒരു ആഘോഷമാക്കിയിട്ടാണ് താരങ്ങൾ, ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മമ്മൂക്കാക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.